Hello everyone, welcome back to my channel. English grammar and usageലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ്. റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ് എന്താണെന്ന് നോക്കാം. വെർബിന് ബേസിക്കലി 3 ഫോംസ് ആണുള്ളത്. ബേസ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഒരു വെർബ് അതിൻ്റെ പാസ്റ്റ് ഫോമോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ഇ ഡി ആഡ് ചെയ്തിട്ടോ ഡി ആഡ് ചെയ്തിട്ടോ ടി ആഡ് ചെയ്തിട്ടോ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള വെർബുകളെയാണ് റെഗുലർ വെർബ് അല്ലെങ്കിൽ വീക്ക് വെർബ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്റ്റഡി എന്നുള്ള വെർബ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡീൻ്റെ തന്നെ V2 ഫോമും V3 ഫോമും സ്റ്റഡീഡ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു വെർബ് ഇ ഡി ഫോം ചെയ്തിട്ടാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഫോം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇ ഡി ചേർത്തിട്ട് പ്രസൻറ്റ് ഫോമിൻ്റെ കൂടെ ഇ ഡിയോ ഡിയോ ടിയോ ചേർത്തിട്ട് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഫോം ചെയ്യുന്ന വെർബുകൾക്കാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീക്ക് വെർബ്സ് എന്നും പറയും. റെഗുലർ വെർബ്സിന് പാസ്റ്റ് ടെൻസിൻ്റെ എൻഡിങ്ങും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിൻ്റെ എൻഡിങ്ങും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ സ്റ്റഡി എന്നുള്ള കേസിൽ നോക്കുക, പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എൻഡ് ചെയ്യുന്നത് സ്റ്റഡീഡ് എന്ന് തന്നെയാണ്. അതുപോലെ സെൻഡ് എന്നുള്ള വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ V2 ഫോമും V3 ഫോമും സെയിം ആണ്, സെൻഡ് എന്ന് തന്നെയാണ്. ഇനി വർക്ക് എന്നുള്ള വേർഡ് നോക്കുകയാണെങ്കിൽ V2 ഫോമും V3 ഫോമും എൻഡ് ചെയ്യുന്നത് വർക്ക്ഡ് ഇ ഡി വെച്ചിട്ടാണ്. അങ്ങനെ സെയിം എൻഡിങ് ആയിരിക്കും ഒരു റെഗുലർ വെർബിന് ഉണ്ടായിരിക്കുക. ഇനി ടെക്സ്റ്റിൽ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ക്ലീൻഡ്, ടേൺഡ്, കുക്ക്ഡ് ഇതൊക്കെയാണ് റെഗുലർ വെർബ്സിന് എക്സാമ്പിൾ. ഇനി ഈ ഒരു മെത്തേഡിൽ അല്ലാതെ നോർമൽ മെത്തേഡ് ഫോളോ ചെയ്യാത്ത വേർബ്സിനെയാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയുക. ഇറഗുലർ വെർബ്സിൻ്റെ പാസ്റ്റ് ടെൻസിൻ്റെ എൻഡിങ്ങും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിൻ്റെ എൻഡിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും, ഒരുപോലെ ആയിട്ട് വരില്ല. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഡു എന്നുള്ള വേർബ്, ഡൂവിൻ്റെ പാസ്റ്റ് ഫോം ഡിഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ എൻഡിങ് സെയിം അല്ല. അതുപോലെ ഈറ്റ് എന്നുള്ള വേർബ് നോക്കുകയാണെങ്കിൽ ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം വരുന്നത് എയ്റ്റ് എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്നത് ഈറ്റൺ എന്നുമാണ്. ഇത്തരത്തിൽ എൻഡിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർബ്, അത്തരത്തിലുള്ള വേർബ്സിനെയാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഇത് സാധാ വേർബിൻ്റെ നോർമൽ പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ക്ലാസ് ഓർ കണ്ടന്റ് വേർഡ് ദാറ്റ് ക്വാളിഫൈസ് ഓർ സപ്പോർട്ട്സ് ദ മീനിങ് ഓഫ് എ വേർബ്, എൻ അഡ്ജക്റ്റീവ് ഓർ അനദർ ആഡ്വർബ്. ഒരു വേർബിൻ്റെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിൻ്റെയോ മീനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന, അതിൻ്റെ ക്വാളിറ്റീനെ വിശദീകരിക്കുന്ന, വെർബിനെയോ അഡ്ജക്റ്റീവിനെ ആഡ്വർബിനെയോ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ, അത്തരത്തിലുള്ള വാക്കുകൾക്കാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ദ ഗേൾ സിങ്സ് സ്വീറ്റ്ലി എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ സിങ് എന്നുള്ള വേർബ് അതിനെ ഒന്നുകൂടി അതിൻ്റെ ക്വാളിഫൈ ചെയ്യുകയാണ് സ്വീറ്റ്ലി എന്നുള്ള ആഡ്വർബ്. വേറൊരു എക്സാമ്പിൾ ഐ ഷാൾ റിട്ടേൺ സൂൺ. ഇതിൽ റിട്ടേൺ എന്നുള്ളതാണ് വെർബ്. ഈ ഒരു റിട്ടേൺ എന്നുള്ളതിനെ, റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, അതിനെ ഒന്നുകൂടി ക്വാളിഫൈ ചെയ്തിട്ടാണ് സൂൺ, പെട്ടെന്ന് എന്നുള്ള ഈ ഒരു ആഡ്വർബ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ വെർബിനെയോ വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിനെയോ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സ്, കണ്ടൻറ്റ് വേർഡ്സിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ആഡ്വർബ്സ് പലതരത്തിലുണ്ട്. ആഡ്വർബ്സ് ഓഫ് ടൈം ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് ആണ് യെസ്റ്റർഡേ, നൗ, ദെൻ, എവറി ഡേ, എക്സെട്ര. ദെൻ ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ഹിയർ, ദർ, എവറിവെയർ, ഇൻസൈഡ്, ഔട്ട്സൈഡ്. ദെൻ ആഡ്വർബ്സ് ഓഫ് മാനർ വരുന്നുണ്ട്, ഡിലൈറ്റ്ഫുള്ളി, സാഡ്ലി, ഫൂളിഷ്ലി. ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി ഉണ്ട്, ആഡ്വർബ്സ് ഓഫ് റീസൺ, ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ ഓർ നെഗേഷൻ. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല. ആഡ്വർബ് എന്താണെന്നും പിന്നെ ആഡ്വർബ്സിനെ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ ഇറ്റാലിസൈസ് ചെയ്ത വേർഡ് എന്താണെന്ന് തരംതിരിക്കാനുമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അല്ലാതെ ആഡ്വർബ്സ് ഓഫ് ടൈം ഏതാണ്, ആഡ്വർബ്സ് ഓഫ് പ്ലേസ് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെയധികം റെയറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാലും മതി. ബേസിക്കലി ആഡ്വർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ly വെച്ച് അവസാനിക്കുന്ന മിക്കവാറും എല്ലാ വേർഡ്സും ആഡ്വർബ് ആയിട്ടാണ് വരിക.
മിക്കവാറും ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത് വെർബിനെ വിശേഷിപ്പിക്കാനായിരിക്കും. ഈ ഒരു 2 പോയിൻ്റ് എപ്പോഴും ഓർമ്മിച്ച് വെക്കാം. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ക്ലാസ് വേർഡ് ദാറ്റ് ഡിസൈഡ്സ് ദ പൊസിഷൻ ഓഫ് എ നൗൺ ഓർ എ പ്രോനൗൺ ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെയോ അല്ലെങ്കിൽ പ്രോനൗണിൻ്റെയോ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സെൻറ്റൻസിലെ നൗണും പ്രോനൗണും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ലിങ്കിങ് വേർഡ് കൂടിയാണ് പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് ആർ ടിപ്പിക്കലി ഫോളോഡ് ബൈ എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരും. ഈ ഒരു ഒബ്ജക്റ്റ് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസോ അല്ലെങ്കിൽ ഒരു പ്രോനൗണോ ആവാം. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ആണ് അറ്റ്, ബൈ, ഫോർ, ഫ്രം, ഇൻ, ഓഫ്, ഓൺ, ടു ആൻഡ് വിത്ത്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ്. ദെൻ ടെക്സ്റ്റിൽ വേറെ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ദാറ്റ് ജോയിൻ വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ് ഓർ 2 സെൻറ്റൻസസ്. വേർഡ്സിനെയോ അല്ലെങ്കിൽ ഫ്രേസസിനെയോ ക്ലോസസിനെയോ അല്ലെങ്കിൽ 2 സെൻറ്റൻസുകളോ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വേർഡ്സ്, അത്തരത്തിലുള്ള വേർഡ്സുകൾക്കാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ആൻഡ്, ബട്ട്, ആഫ്റ്റർ, ബിക്കോസ്, ദോ, ആസ്, ഫോർ, അൺലെസ്, വൈൽ, വെയറാസ്. ഇതൊക്കെയാണ് കൺജങ്ഷൻസിന് എക്സാമ്പിൾസ്. കൺജങ്ഷൻസ് തന്നെ 2 തരത്തിലുണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉണ്ട്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടില്ല. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സെൻറ്റൻസ് നോക്കാം. ഐ വാണ്ട് എ ബുക്ക് ആൻഡ് എ പെൻസിൽ. ഈ ഒരു സെൻറ്റൻസിൽ ഐ വാണ്ട് എ ബുക്കും ദെൻ എ പെൻസിൽ എന്നുള്ളതിനെയും കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കൺജങ്ഷനാണ് ആൻഡ് എന്നുള്ള കൺജങ്ഷൻ. അതുപോലെ ദ മാൻ ഈസ് ലീൻ ബട്ട് സ്ട്രോങ്. അതിൽ ദ മാൻ ഈസ് ലീൻ എന്നുള്ളതും ദെൻ സ്ട്രോങ് എന്നുള്ളതിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺജങ്ഷനാണ് ബട്ട് എന്നുള്ള കൺജങ്ഷൻ. ദെൻ ആസ് ഷീ വാസ് പുവർ ഷീ കുഡിൻ അഫോർഡ് ടു ബൈ എ ലാപ്ടോപ്പ്. ഈ ഒരു സെൻറ്റൻസിൽ ആസ് എന്നുള്ളതാണ് കൺജങ്ഷനായിട്ട് വരുന്നത്. ഷീ വാസ് പുവർ എന്നുള്ള ഒരു ഫ്രേസിനെ അല്ലെങ്കിൽ ഒരു ക്ലോസിനെയും ദെൻ ഷീ കുഡിൻ അഫോർഡ് ടു ബൈ എ ലാപ്ടോപ്പ് എന്നുള്ള ക്ലോസിനെയും കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺജങ്ഷനാണ് ആസ് എന്നുള്ള കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ബേസിക്കലി 7 ടൈപ്പ് ഓഫ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണുള്ളത്. ഇത് പഠിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള കോഡാണ് ഫാൻ ബോയ്സ് ഉള്ളത്. ഇത് ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് വരാൻ ചാൻസ് ഈ ഒരു ഭാഗം ടെക്സ്റ്റിലില്ലാത്തത് കാരണം വരില്ല. ദെൻ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് എക്സാമ്പിൾസാണ് ഈ കാണിക്കുന്നതൊക്കെ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് പാർട്ടാണ് വരുന്നത് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻസ് ആണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. സഡൻ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർജെക്ഷൻസ്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലമേഷൻ മാർക്സ് ഉള്ളതൊക്കെ ഈ വേർഡ്സിൻ്റെ കൂടെയൊക്കെ എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്സ് വരുന്ന വേർഡ്സൊക്കെ ഒരു ഇൻ്റർജെക്ഷനാണ്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റർജെക്ഷൻസ് ഹാപ്പിനെസ് കാണിക്കാൻ വേണ്ടിയിട്ടും സോറോ കാണിക്കാൻ വേണ്ടിയിട്ട് ദെൻ സർപ്രൈസ്, ഡിസപ്പോയിൻമെൻറ്റ്, ആങ്കർ, ഡിലൈറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസും ഫീലിങ്സും കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻ്റർജെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ്റർജെക്ഷൻ ഈസ് നോട്ട് ഗ്രാമാറ്റിക്കലി റിലേറ്റഡ് ടു അതർ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിലെ ഇൻ്റർജെക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസിലെ അതിന് ശേഷം വരുന്ന ആ ഒരു വേർഡിനോടായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അലാസ് ഐ മിസ് ഹർ എന്നുള്ള സെൻറ്റൻസ്, അലാസ് എന്നുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഐ മിസ് ഹർ എന്നുള്ള ഈ സെൻറ്റൻസിനായിട്ട് അതിന് യാതൊരു കണക്ഷനുമില്ല. അത്തരത്തിൽ വരുന്നവയാണ് ഇൻ്റർജെക്ഷൻസ്. ഇൻ്റർജെക്ഷൻസ് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ചെയ്യാനായിട്ട് നോക്കാം. നെയിം ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ഈച്ച് ഇറ്റാലിസൈസ്ഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിലെ ഇറ്റാലിസൈസ് ചെയ്തിട്ടുള്ള വേർഡ്സുകളെ പാർട്ട് ഓഫ് സ്പീച്ചുകൾ ഏതാണെന്ന് തരംതിരിക്കാനായിട്ടാണ് പറയുന്നത്. ദ ബോയ് സാറ്റ് ഇൻ എ കോർണർ എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഇതിൽ കോർണർ എന്നുള്ളത് കുട്ടി എവിടെ ഇരുന്നു എന്നുള്ളത് സാറ്റ് എന്നുള്ള വേർബിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കോർണർ എന്നുള്ളത് വേർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർണർ എന്നുള്ളത് ഒരു ആഡ്വർബാണ്.
ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് ഷീ ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വെൻ ടു കോളേജ്. ഇതിൽ ഇറ്റാലിസൈസ് ചെയ്തിട്ടുള്ള വേർഡ് ആൻഡ് ആണ്. അപ്പോൾ ആൻഡ് എന്നുള്ളത് ഷീ ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സെൻറ്റൻസിനെയും എന്നുള്ള ക്ലോസിനെയും വെൻ ടു കോളേജ് എന്നുള്ള ക്ലോസിനെയും തമ്മിൽ ലിങ്ക് ചെയ്തിക്കാണ്. അപ്പോൾ ആൻഡ് എന്നുള്ളത് ഒരു കൺജക്ഷനാണ്. ദെൻ ഹി വാസ് വെരി ഹംഗ്രി. ഇതിൽ ഹംഗ്രി എന്നുള്ളത് ഹി എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ ഹംഗ്രി എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. ഇവിടെ വേർബ് ഒന്നും വരുന്നില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത് ആർക്ക് വിശപ്പുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി എന്നുള്ളതിനായിട്ടാണ് ലിങ്ക് ചെയ്തിട്ട് വരുന്നത്. ഹി എന്നുള്ള സബ്ജക്റ്റുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹംഗ്രി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. ദെൻ ഫോർത്ത് എക്സാമ്പിൾ വി കനോട്ട് ലീവ് വിത്തൗട്ട് വാട്ടർ. ഇതിൽ വിത്തൗട്ട് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് ദ ബോയ് റാൻ അറൗണ്ട് ദ ട്രീ. അതിൽ അറൗണ്ട് എന്നുള്ളതും റൗണ്ട് എന്നുള്ളതും പ്രിപ്പോസിഷനാണ്. സിക്സ്ത് സെൻറ്റൻസ് ഹാവ് യു ക്ലോസ്ഡ് ദ ബാക്ക് ഡോർ. ഈ ഒരു സെൻറ്റൻസിൽ ഡോർ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നതാണ് ബാക്ക് എന്നുള്ളത്. അപ്പോൾ ഡോർ എന്നുള്ള നൗണാണ്. ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ബാക്ക് എന്നുള്ളത്. അപ്പോൾ ഇതൊരു അഡ്ജക്റ്റീവാണ്. ഇതിലെ ബാക്ക് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലും സെയിം ബാക്ക് എന്നുള്ള വേർഡാണ് വരുന്നത്. പക്ഷേ ഐ വിൽ കം ബാക്ക് ഇൻ 10 minutes എന്നാണ്. അതിൽ കം എന്നുള്ള വേർബിനെയാണ് ഇവിടെ ബാക്ക് എന്നുള്ള സെൻറ്റൻസ് വിശേഷിപ്പിക്കുന്നത്. കം എന്നുള്ള വേർബിന്. അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസിൽ ബാക്ക് ആഡ്വർബാണ്. പക്ഷെ നേരത്തെ സെൻറ്റൻസിൽ ബാക്ക് ഒരു അഡ്ജക്റ്റീവായിരുന്നു. ഇനി എയ്ത്ത് സെൻറ്റൻസ് എവറി മാൻ മസ്റ്റ് സ്പീക്ക് ദ ട്രൂത്ത്. ഈ ഒരു എയ്ത്ത് സെൻറ്റൻസിൽ എവരി എന്നുള്ളത് മാൻ എന്നുള്ള ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എവരി എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. ദെൻ ദേ അറൈവ്ഡ് സൂൺ ആഫ്റ്റർ. ഈ ഒരു സെൻറ്റൻസിൽ ആഫ്റ്റർ എന്നുള്ളത് ഒരു ആഡ്വർബാണ്. ബിക്കോസ് ഈ ഒരു സെൻറ്റൻസിൽ ആഫ്റ്റർ എന്നുള്ളത് അറൈവ്ഡ് എന്നുള്ള ആ ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന സെൻറ്റൻസ് ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്വർബാണ്. അപ്പോൾ ആഫ്റ്റർ എന്നുള്ളത് ഒരു ആഡ്വർബാണ്. ഇനി 10th സെൻറ്റൻസ് ദേ അറൈവ്ഡ് ആഫ്റ്റർ അസ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ആഫ്റ്റർ എന്നുള്ളത് സെയിം ആഫ്റ്റർ തന്നെയാണ്, നേരത്തെ ആഫ്റ്റർ തന്നെയാണ് വന്നത്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ ആഫ്റ്റർ എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്. അറൈവ്ഡ് എന്നുള്ളതും അസ് എന്നുള്ളതിനെയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഈ ഒരു സെൻറ്റൻസിൽ ആഫ്റ്റർ എന്നുള്ളത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആ ഒരു വേർഡ് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ലേബലിംഗ് ചെയ്യാൻ. ഇനി 11th എക്സാമ്പിൾ ഐ വിൽ കീപ്പ് വാച്ച് വൈൽ യു സ്ലീപ്പ്. ഇതിൽ വൈൽ എന്നുള്ളത് ഒരു കൺജക്ഷനാണ്. വൈൽ എന്നുള്ളതൊക്കെ കൺജക്ഷന് എക്സാമ്പിളാണ്. ഐ വിൽ കീപ്പ് വാച്ച് എന്നുള്ള ഒരു ഫ്രേസിനെയും യു സ്ലീപ്പ് എന്നുള്ള ഫ്രേസിനെയും അല്ലെങ്കിൽ ക്ലോസിനെയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വൈൽ എന്നുള്ള കൺജക്ഷൻ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ദ തീഫ് റാൻ ഓഫ്. ഈ ഒരു സെൻറ്റൻസിൽ ഓഫ് എന്നുള്ളത് ആഡ്വർബാണ്. കാരണം ഈ ഒരു തീഫ് റാൻ ചെയ്തു എന്നുള്ളതിന് റാനിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻ എന്നുള്ള വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് ഓഫ് എന്നുള്ളത് ഈ ഒരു സെൻറ്റൻസിൽ ആഡ്വർബാണ്. ദെൻ 13th എക്സാമ്പിൾ വി വാട്ടർ ദ പ്ലാന്റ്സ് ഡെയിലി. ഈ ഒരു സെൻറ്റൻസിൽ വാട്ടർ എന്നുള്ളത് ഒരു വേർബാണ്. ചെടികൾക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വാട്ടർ എന്നുള്ളത് ഒരു വേർബാണ്. ദെൻ 14th സെൻറ്റൻസിൽ ടുഡേ ഈസ് ഫ്രൈഡേ. ഈ ഒരു സെൻറ്റൻസിൽ ടുഡേ എന്നുള്ള വേർഡ് വരുന്നത് നൗണായിട്ടാണ്. ഇന്ന് ഫ്രൈഡേ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടുഡേ എന്നുള്ള വേർഡ് ഈ ഒരു സെൻറ്റൻസിൽ നൗണാണ്. ദെൻ 15th സെൻറ്റൻസ് ഐ വിൽ സീ ഹിം ടുഡേ. നേരത്തെ വന്ന അതേ ഒരു ടുഡേ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പക്ഷേ ഐ വിൽ സീ ഹിം ടുഡേ എന്നാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഇത് സീ എന്നുള്ള ഐ വിൽ സീ ഹിം ഞാൻ അവനെ കാണും. ദെൻ എന്ന് കാണും എന്നുള്ള അപ്പോൾ കാണുക എന്നുള്ള സീ എന്നുള്ള വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടുഡേ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടുഡേ എന്നുള്ള വേർഡ് ഈ ഒരു സെൻറ്റൻസിൽ ആഡ്വർബാണ്.
ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് ഹായ് ഹൗ നൈസ് ടു സീ യു. ഇതിൽ ഇറ്റാലിസൈസ് ചെയ്തിട്ടുള്ള വേർഡ് ഹായ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈസിയാണ് മനസ്സിലാക്കാൻ. ഹായ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. സോ ഹായ് എന്നുള്ളത് ഒരു ഇൻ്റർജെക്ഷൻ ആണ്. ടെക്സ്റ്റിൽ ഇതുപോലെ ഓരോ പാട്ട് കഴിഞ്ഞിട്ട് കുറേ എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെയാണ് നമുക്കിത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.